എം.കെ. സ്റ്റാലിനും DMK-ക്കും BJP-ക്കും വിജയുടെ വിമർശനം. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വിദേശയാത്രയടക്കം വിജയെ ചോദ്യം ചെയ്തു. 2024 തെരഞ്ഞെടുപ്പിൽ DMK-യും TVK-യും തമ്മിലായിരിക്കും മത്സരമെന്നും വിജയ് പറഞ്ഞു. KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുകയാണോ വിജയും പാർട്ടിയും? എന്തൊക്കെയാണ് വിമർശനങ്ങൾ? പ്രജീഷ്, ഇന്ന് നാഗപട്ടണത്താണ് TVK-യുടെ അല്ലെങ്കിൽ വിജയുടെ സംസ്ഥാന പര്യടനം നടക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ പര്യടനത്തിന് പോലെ തന്നെ DMK സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് വിജയ് ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനം സ്റ്റാലിന്റെ വിദേശ യാത്രകളെ ഉൾപ്പെടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി M.K. സ്റ്റാലിനെ കടന്നാക്രമിച്ചുകൊണ്ട് വിജയ് പ്രതികരണങ്ങൾ നടത്തുന്നു. ഈ വിദേശ യാത്രകൾ കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് വിജയ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇനി അതായത് തമിഴ്നാട്ടിൽ 2026 വരുമ്പോൾ TVK-യും DMK-യും തമ്മിലാണ് മത്സരം. അതായത് പ്രതിപക്ഷം താനാണ്, പ്രതിപക്ഷ പാർട്ടി TVK-യാണ് എന്ന് പറയാതെ പറയുകയാണ് വിജയ്. വലിയ ജനക്കൂട്ടം തന്നെയാണ്, കഴിഞ്ഞ 2 സമ്മേളനങ്ങൾ പോലെ തന്നെ വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇന്നും വിജയെ കാണാനും കേൾക്കാനും ഒക്കെ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും വിജയ് വെല്ലുവിളിക്കുന്നുണ്ട്. തന്നെ വിരട്ടാൻ ആരും നോക്കേണ്ട. അതുപോലെ ഈ മത്സ്യത്തൊഴിലാളി വിഷയമൊക്കെ നാഗപട്ടണം മേഖലയിലൊക്കെ വലിയ വിഷയമാണ്. ശ്രീലങ്കൻ നാവികർ മത്സ്യത്തൊഴിലാളികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ താൻ പണ്ട് കാലം മുതൽ തന്നെ ഇടപെടുന്ന വ്യക്തിയാണ്. ഇതൊന്നും ആദ്യമായിട്ടല്ല വിജയ് കളത്തിലേക്ക് വരുന്നത്. പുതിയതല്ല കണ്ണ എന്ന് മാസ് ഡയലോഗ് അടിച്ച്, അതായത് സിനിമ സീനുകളിലെ പോലെ തന്നെ വലിയ മാസ് ഡയലോഗൊക്കെ ആയിട്ടാണ് വിജയ് ഇന്നും കളം നിറയുന്നത്. ഏതായാലും അടുത്ത ഈ 2026 ഇലക്ഷൻ വരെ ഈ ഒരു ടെമ്പോ നിലനിർത്താൻ തന്നെയാണ് TVK ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മുതൽ തന്നെ കണ്ടുവരുന്നുണ്ട്.